ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 എക്കണോമിക്സ് 11ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. 11ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക് GDP ആയിരുന്നു. GDP എന്ന് പറയുന്നത് എക്കണോമിയുടെ ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് GDPയുടെ ബേസിസിലാണ്. GDP എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ നേഷൻ. ഒരു ടെറിട്ടറിയിൽ, ഒരു ബൗണ്ടറിക്കകത്ത് എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഒരു ടൈം പീരിയഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂ ആണ് നമ്മൾ GDP എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ രാജ്യങ്ങളുടെയും എക്കോണമി ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, എക്കണോമിക് ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് GDP. ഈ GDP നമ്മുടെ രാജ്യത്ത് കൈവരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ടേബിളിലായിട്ട് നമുക്ക് ഓരോ വർഷങ്ങൾ 1980 to 91 തൊട്ടിട്ട് 2018 to 19 വരെയുള്ള വർഷങ്ങൾ വരെ ഒരു ടേബിളിലാക്കിയിട്ട് ടീച്ചർ എന്താണ് ഓരോന്നിൻ്റെയും പ്രോഗ്രസ് എന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ടോട്ടലി 1980 to 91 5.6 ആയിരുന്നു GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. 1992 to 2001 6.4 ആയി, 2002 to 2007 7.8, 2007 to 2012 8.2, 2012 to 13 5.6, 2013 to 14 6.6, 2018 to 19 5.8. നമുക്ക് വളരെ വലിയൊരു ഫ്ലക്ച്വേഷൻസ് GDP ഗ്രോത്ത് റേറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ GDPയിൽ ഇങ്ങനെ ഒരു GDP ഗ്രോത്ത് റേറ്റിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തും അതേപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാണ്. FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസീസ് 1990 ആ സമയത്ത് ന്യൂ എക്കണോമിക് പോളിസീസ് നമ്മൾ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് വളരെയധികം വർദ്ധിച്ചു. കാരണം ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓരോന്നുമായിട്ട് നമ്മുടെ രാജ്യത്ത് കൂടി തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് 1990 to 91 ആ ഒരു സമയത്ത് തന്നെ $100 മില്യൺ ആയിരുന്നു നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ഇന്ന് 73.5 ബില്യൺ ഇൻക്രീസാണ് 2014-15 കറൻ്റ്ലി നമ്മുടെ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗ്രോത്ത് ഇൻക്രീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ മാറ്റങ്ങൾ, പോളിസീസ് പഠിച്ചു, LPG പാക്കേജ് പഠിച്ചു, GDP എന്താണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നെല്ലാം പഠിച്ചു. അപ്പോൾ ഈ പോളിസീസിനെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്, ആ മാറ്റങ്ങൾ തന്നെ നമുക്ക് അച്ചീവ്മെൻറ്റ്സും പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഡ്രോബാക്സും നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അച്ചീവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ 5 അച്ചീവ്മെൻറ്റ്സ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അച്ചീവ്മെൻറ്റ്സ് ലിസ്റ്റ്ലെസ് ആണ്, കുറേ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ, GDP growth improves sustainability. India is now the second fastest growing economy in the world. The growth rate of service and industrial sector have been impressive. Saving and investment rate have improved. Foreign investment and foreign exchange reserve improved. Reforms helped for technological upgradation. അപ്പോൾ ഒന്നാമത്തെ ആയ GDP growth improves sustainability. നമ്മുടെ രാജ്യത്ത് GDP ഗ്രോത്ത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും സംഭവിക്കുന്നു. എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുകയാണെങ്കിൽ ഓരോ സിറ്റിസൻ്റെ കയ്യിലും ഉള്ള അമൗണ്ട്, അല്ലെങ്കിൽ ഒരു എക്കോണമി എല്ലാവരും എക്കണോമിക്കലി സ്റ്റേബിൾ ആവുന്നു. അങ്ങനെ വരുമ്പോഴാണ് എല്ലാവർക്കും ഒരേപോലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ GDP ഗ്രോത്ത് കാരണം നമ്മുടെ രാജ്യത്ത് ആകമാനം ഒരു സസ്റ്റെയിനബിലിറ്റി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇസ് നൗ ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി. വളരുന്ന എക്കോണമീസിലെ ഏറ്റവും സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ പൊസിഷനിൽ നിൽക്കുന്നത്. അതാണ് ഒന്നാമത്തെ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ, ദ ഗ്രോത്ത് റേറ്റ് ഓഫ് സർവീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഹാവ് ബീൻ ഇംപ്രസീവ്. നമുക്കറിയാം, ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറയുകയും സർവീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്താണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടു GDP അത് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ സർവീസ് സെക്ടറിൻ്റെയും ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെയും ഗ്രോത്ത് റേറ്റ് ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്, നല്ല രീതിയിൽ
സർവീസ് സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു ഫാക്ടേഴ്സ് കാരണമാണ് സർവീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഗ്രോ ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ അച്ചീവ്മെൻറ്റ്. മൂന്നാമത്തെ, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഹാവ് ഇംപ്രൂവ്ഡ്. നമുക്ക് കൂടുതൽ എക്കോണമിക് സ്റ്റെബിലിറ്റി വരുന്നതോടു കൂടി തന്നെ നമ്മൾക്ക് കൂടുതൽ ഇൻകം ലഭിക്കുകയും ആ ഇൻകമിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നു. അത് ഈ പോളിസീസ് കാരണമാണ്. അതൊരു അച്ചീവ്മെൻ്റ്. നാലാമത്തെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇംപ്രൂവ്ഡ്. അപ്പോൾ ഞാൻ FDI കുറിച്ച് പറഞ്ഞിരുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം ഈ ഒരു പോളിസീസ് വന്നതോടുകൂടി, എസ്പെഷ്യലി ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി വളരെയധികം ഇംപ്രൂവായി. അതൊരു അച്ചീവ്മെൻ്റ്. റിഫോംസ് ഹെൽപ്ഡ് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ റീഫോംസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി, ആ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് നടത്തിക്കൊണ്ടേ ഇരുന്നു. നമ്മളിപ്പോൾ ടെക്നോളജിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ സംഭവിച്ചു. ഇതെല്ലാമാണ് ആ ഒരു പുതിയ ന്യൂ പോളിസി, എക്കണോമിക് പോളിസീസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് നെഗറ്റീവ് സൈഡ്സും ഉണ്ടാവും, ഡ്രോബാക്സ് ഉണ്ടാവും. സോ എക്കണോമിക് റീഫോംസ് ആൻഡ് ഹൈ GDP did not benefit agricultural sector. Liberalization in agriculture led to the decline in prices of agricultural products. It adversely affected the farmers. It led to widening the gap between the rich and poor. It intensified the problem of poverty and unemployment. It also magnified regional disparities. അപ്പോൾ ഇതിലൊന്നാമത്തെ, എക്കണോമിക് റീഫോംസ് ആൻഡ് ഹൈ GDP did not benefit agriculture sector. അഗ്രികൾച്ചർ സെക്ടറിന് ഈ എക്കണോമിക് റീഫോംസോ അല്ലെങ്കിൽ ഹൈ GDPയോ ഒന്നും ബെനിഫിറ്റ് ചെയ്തിരുന്നില്ല. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. രണ്ടാമത്തേത്, ലിബറലൈസേഷൻ ഇൻ അഗ്രികൾച്ചർ ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് പ്രൈസസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ ഫാമേഴ്സ്. ഇപ്പോൾ ലിബറലൈസേഷൻ കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം റെസ്ട്രിക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്തു. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരു റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ടാക്സുകളോ ഒന്നുമില്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം, ഐറ്റംസ് അല്ലെങ്കിൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തി. അങ്ങനെ ഇമ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൻ്റെ, നമ്മുടെ ലോക്കൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് കുറയുകയും ലോ പ്രൈസിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ്, നമ്മൾക്കറിയാം ലോക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമേഴ്സ് എല്ലാം ഒരുപാട് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ പ്രൈസ് ആയിരിക്കും ഓരോന്നിനും ഉണ്ടാവുക. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് ലിബറലൈസേഷൻ കാരണം തന്നെ വളരെ ഈസി ആയിരിക്കും, നോ കോസ്റ്റ് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആയിരിക്കും. അത് ഒരു ചീപ്പ് വിലയ്ക്കായിരിക്കും വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്. നമ്മളെപ്പോഴും ഒരേ ഐറ്റം തന്നെ കുറവ് വിലയ്ക്ക് കണ്ടാൽ അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ കുറവ് വിലയ്ക്ക് കണ്ടത് അതെടുത്തത് കാരണം നമ്മുടെ ലോക്കൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ് എല്ലാം അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആയി. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൈസസും ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. ഇറ്റ് ലെഡ് ടു വൈഡനിങ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. അപ്പോൾ നമുക്കിത് ആ ഒരു ലിബറലൈസേഷൻ്റെ ആ ഒരു ഡ്രോബാക്ക് നമ്മൾ കണ്ടു. ഡിക്ലൈൻ ഓഫ് പ്രൈസസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൈസസ് ഡിക്ലൈൻ ആകുമ്പോൾ ഫാമേഴ്സിന് എന്ത് ലഭിക്കുന്നോ അതെല്ലാം കുറയും. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും പുവർ ആയിട്ടുള്ള ഒരാൾക്കാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു വിടവ് കൂടുകയാണ് ചെയ്തത്. ഇറ്റ് ഇൻറ്റൻസിഫൈഡ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ പോവർട്ടി എന്നുള്ള ഒരു പ്രശ്നവും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു കുഴപ്പവും നമ്മുടെ രാജ്യത്ത് വളരെ ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ഇറ്റ് ഓൾസോ മാഗ്നിഫൈഡ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. ഒരു ഏരിയ മാത്രം ഡെവലപ്പ് ആകുന്നു, മറ്റൊരു ഏരിയ സ്റ്റിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള റീജിയണൽ ഡിസ്പാരിറ്റീസും വന്നു തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അസൈൻമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം, പ്രിപ്പയർ സെമിനാർ റിപ്പോർട്ട് ഓൺ ന്യൂ എക്കണോമിക് പോളിസീസ് 1991 എന്നായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എക്കണോമിക്സ് എപ്പിസോഡ് 10ലും ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നായിരുന്നു. അതും ന്യൂ എക്കണോമിക് പോളിസീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ അസൈൻമെൻറ്റ് കോപ്പി ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രിപ്പയർ എ ഡിബേറ്റ് റിപ്പോർട്ട് ഓൺ ന്യൂ എക്കണോമിക് പോളിസീസ് 1991.
There had been certain advantages of the new economic policies in 1991. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഇത് രണ്ടുമാണ് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ GDP growth improved sustainability, growth rate of service and industrial sector have been impressive, saving and investment rate has improved, foreign investment and foreign exchange reserve improved, reforms helped for technological upgradation. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക് റീഫോംസ് ആൻഡ് ഹൈ GDP did not benefit agricultural sector. Liberalization in agriculture led to the decline in prices of agricultural products. It adversely affected the farmers. It led to the widening of gap between rich and poor. It intensified the problem of poverty and employment. It also magnified regional disparities. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന പോയിൻറ്റ്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. See you on my next video. Thanks for watching. Bye bye.